ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th മെയിൻസിന് വേണ്ടിയുള്ള മലയാളം ക്ലാസ്സാണ്. ലിംഗം, സ്ത്രീലിംഗം, പുല്ലിംഗം ഇവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. എല്ലാവരും കാണുക. ലിംഗം എന്താണ്? ലിംഗം ഒരു വസ്തു അല്ലെങ്കിൽ വ്യക്തി ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൺശബ്ദത്തിലാണോ പെൺശബ്ദത്തിലാണോ പെടുന്നത്, അതോ രണ്ട് വിഭാഗത്തിലും പെടാത്തതാണോ, അതിനെ കുറിക്കുന്നതാണ് ലിംഗം. എന്താണ് പറഞ്ഞത്? ലിംഗം നാമപദം കൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വസ്തു. അത് ആൺ ശബ്ദത്തിലാണോ പെൺശബ്ദത്തിലാണോ, അതോ രണ്ട് വിഭാഗത്തിലും പെടാത്തതാണോ, അതിനെ കുറിക്കുന്നതാണ് ലിംഗം. അടുത്തത്, ലിംഗത്തെ 3ആയി തരംതിരിക്കാം. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസക ലിംഗം. അപ്പോൾ ലിംഗത്തെ 3ആയി തരംതിരിക്കാം. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസക ലിംഗം. എന്താണ് പുല്ലിംഗം? ആൺവിഭാഗത്തിൽപ്പെട്ടവയെ കാണിക്കുന്നു. പുല്ലിംഗം എന്ന് പറയുന്നത് ആൺവിഭാഗത്തിൽപ്പെട്ടവയെ കാണിക്കുന്നു. ആണെന്ന ശബ്ദം ചേർന്നോ ആണെന്ന ശബ്ദം ചേർന്ന് വരുന്നവയെ പുല്ലിംഗം എന്ന് പറയാം. എക്സാമ്പിൾ: രാമൻ, കൃഷ്ണൻ, ആദിത്യൻ, അവൻ, ഇവൻ. ഇതൊക്കെയാണ് പുല്ലിംഗ ശബ്ദം. അടുത്തത് സ്ത്രീലിംഗം. സ്ത്രീലിംഗം എന്ന് പറയുന്നത് പെൺ ശബ്ദത്തിൽ ചേർന്ന് വരുന്നതാണ്. പെൺ വിഭാഗത്തിൽ വരുന്നതാണ് സ്ത്രീലിംഗം. എക്സാമ്പിൾ: സീത, ദേവി, ഇവൾ, അവൾ. ഇതെല്ലാം സ്ത്രീലിംഗ ശബ്ദമാണ്. അടുത്തത് നപുംസക ലിംഗം. ഈ രണ്ട് വിഭാഗത്തിലും, പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും പെടാത്തതാണ് നപുംസക ലിംഗം. അതിന് എക്സാമ്പിളാണ് അത്, ഇത്, കുട, മരം, പാലം. ഇതെല്ലാം നപുംസക ലിംഗമാണ്. അടുത്ത ഒരു വിഭാഗമാണ് അലിംഗം. അലിംഗത്തെ സാമാന്യ ലിംഗം, ഉഭയലിംഗം എന്നിങ്ങനെ പറയാം. അതിന് എക്സാമ്പിളാണ് മുതലാളിമാർ, തൊഴിലാളികൾ, അധ്യാപകർ. ഇതിനകത്ത് സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും ചേർത്ത് പറയുന്നതാണ് അലിംഗം. മുതലാളിമാർ, തൊഴിലാളികൾ, അധ്യാപകർ, ജനങ്ങൾ, മന്ത്രിമാർ. ഇതൊക്കെ അലിംഗ വിഭാഗത്തിൽ പെടുന്നതാണ്. അടുത്തത് നമുക്ക് കുറച്ച് പുല്ലിംഗ സ്ത്രീലിംഗം നോക്കാം. നമ്പൂതിരി, അന്തർജനം. ജനകൻ, ജനനി. സമർത്ഥൻ, സമർത്ഥ. നേതാവ്, നേത്രി. സേവകൻ, സേവിക. ഭവാൻ, ഭവതി. യുവാവ്, യുവതി. ലേഖകൻ, ലേഖിക. ആങ്ങള, പെങ്ങൾ. രാജാവ്, രാജ്ഞി. ഭ്രാതാവ്, സ്വസ്താവ്. ഏകാകി, ഏകാകിനി. മഹാൻ, മഹതി. ഘാതകൻ, ഘാതകി. പൗരൻ, പൗരി. സഖൻ, സഖി. ജാരൻ, ജാരിണി. ഭാഗിനേയൻ, ഭാഗിനേയി. ഭൃത്യ, ഭൃത്യൻ. അടുത്തതായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ജാമാതാവ്, ഇതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ചോദിച്ചേക്കുന്നത്. ഇത് LSGI പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2024 നവംബറിൽ LSGI പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജാമാതാവ്. ഇതിൻ്റെ സ്ത്രീലിംഗ രൂപം. ഓപ്ഷൻ A ജനയിത്രി, ഓപ്ഷൻ B ജനനി, ഓപ്ഷൻ C കർമ്മിണി, ഓപ്ഷൻ D സ്നുഷ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D സ്നുഷയാണ്. അപ്പോൾ ജാമാതാവിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് സ്നുഷ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം. ഇതിനകത്ത് സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗമാണ് ചോദിച്ചേക്കുന്നത്. ഇത് LD ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ മിടുക്ക്. മിടുക്കാണ് ഇതിൻ്റെ ആൻസർ. ബാക്കിയെല്ലാം സ്ത്രീലിംഗ പ്രത്യയമാണ്. മിടുക്കി, തടിച്ചി, ഗൗരി. ഇതെല്ലാം സ്ത്രീലിംഗ പ്രത്യയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കവി. കവിയുടെ സ്ത്രീലിംഗ പ്രത്യയമാണ് ചോദിച്ചേക്കുന്നത്. കവിയിത്രി, കവിയത്രി, കവയിത്രി, കവിയേത്രി. ഇത് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഹൗസിംഗ് ബോർഡ്, അതുപോലെ LD ക്ലർക്ക്, അക്കൗണ്ടന്റ്, ഖാദി ബോർഡ് മെയിൻ എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ കവയിത്രിയാണ്. അപ്പോൾ കവി, കവിയുടെ സ്ത്രീലിംഗ പ്രത്യയമാണ് കവയിത്രി. അടുത്ത ക്വസ്റ്റ്യൻ, സുതൻ. ഇതിൻ്റെ സ്ത്രീലിംഗ പ്രത്യയമാണ് ചോദിച്ചേക്കുന്നത് സുതൻ.
ഓപ്ഷൻ സുധി, സുധ, സുധിനി, സുത്യ. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചതാണ്. സുധൻ ആൻസർ സുധ. സുധയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വൈരി സ്ത്രീലിംഗമാണ് ചോദിച്ചേക്കുന്നത്. വൈരിയുടെ സ്ത്രീലിംഗം. ഇത് LD ക്ലർക്ക് പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വൈരി, വൈരിണി, വൈരാഗി, വൈരത്തി, വൈര. ഇതിൻ്റെ ആൻസർ വൈരിണിയാണ്. വൈരി, വൈരിണി. അടുത്ത ക്വസ്റ്റ്യൻ വിദ്വാൻ. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചേക്കുന്നത്. വിദ്വാൻ, വിദുഷി. വിദ്വാൻ, വിദുഷി. ഇത് LD ടൈപ്പിസ്റ്റ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് 2023 ചോദിച്ച ചോദ്യമാണ്. വിദ്വാൻ, വിദുഷി. അടുത്ത ക്വസ്റ്റ്യൻ ഭിക്ഷു. ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചേക്കുന്നത്. ഭിക്ഷു, ഭിക്ഷക്കാരി, ഭിക്ഷുകി, ഭിക്ഷകി, ഭിക്ഷുണി. ഇത് സിവിൽ എക്സൈസ് ഓഫീസർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഭിക്ഷു, ഭിക്ഷുകി. അപ്പോൾ ഭിക്ഷുവിൻ്റെ സ്ത്രീലിംഗ പ്രത്യേകമാണ് ഭിക്ഷുകി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. നമ്പ്യാർ. നമ്പ്യാറിൻ്റെ സ്ത്രീലിംഗമാണ് നങ്ങ്യാർ. അടുത്ത ക്വസ്റ്റ്യൻ കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗമാണ് ചോദിച്ചേക്കുന്നത്. ഇത് പോലീസ് കോൺസ്റ്റബിൾ 10th മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കർത്തൃ, കർത്താവ്. കർത്തൃ, കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. അത് LD ക്ലർക്ക് കോഴിക്കോട്, കോട്ടയം 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശരിയായ ജോഡിയാണ് ചോദിച്ചത്. അത് ധീരൻ, ധീര, ഏകാഗി, ഏകാകിനി, പക്ഷി, പക്ഷിണി, തമ്പി, തങ്കച്ചി. ഇത് എല്ലാ ജോഡിയും ശരിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് സ്ത്രീലിംഗ പുല്ലിംഗമാണ് പഠിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന്